എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 14-ാമത്തെ പേജിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് പാരഗ്രാഫ്. ഓക്കെ, എല്ലാവരും അത് എടുത്തു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അത് കാണാൻ പോവുകയാണ്. എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. The news of the sudden appearance of a very old man with enormous wings spread rapidly in the neighborhood. Okay, the news of the sudden appearance, അതായത് ന്യൂസ് എന്ന് വെച്ചാൽ വാർത്ത, ഓഫ് ദ സഡൻ പെട്ടെന്ന് തന്നെ, അപ്പിയറൻസ് പ്രത്യക്ഷപ്പെടൽ, ഓഫ് എ വെരി ഓൾഡ് മാൻ ഒരു വാർദ്ധക്യത്തിലെത്തിയ വൃദ്ധന്റെ പ്രത്യക്ഷപ്പെടൽ, വിത്ത് എനോർമസ് വിങ്സ് വിത്ത് വളരെ വലിയ ചിറകുകളോടുകൂടി, സ്പ്രെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരന്നു, റാപ്പിഡ്ലി പെട്ടെന്ന് തന്നെ, ഇൻ ദ നെയ്ബർഹുഡ് അയൽവക്കങ്ങളിലേക്ക് പരന്നു. അതായത് വളരെ വലിയ ചിറകുകളോടുകൂടി ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ട കാര്യം പെട്ടെന്ന് തന്നെ അടുത്തുള്ള അയൽവാസികളിലേക്കെല്ലാം പടർന്നു. വൺ ഓഫ് ദ ലോക്കൽ റെസിഡൻസ്, ഒരു ലോക്കൽ, അതായത് അവിടെ ഉണ്ടായിരുന്ന ആ ലോക്കലിലുണ്ടായിരുന്ന, ആ ലൊക്കാലിറ്റിയിലുണ്ടായിരുന്ന റെസിഡന്റ്, താമസക്കാരൻ, കംസ് അക്രോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ കടന്നു വന്നു. നോട്ടീസസ് അഡ്വർടൈസിങ്, നോട്ടീസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്നു, ആൻഡ് അഡ്വർടൈസിങ് പരസ്യം, ദ ഓപ്പർച്യൂണിറ്റി അവസരം, ടു സീ എന്ന് വെച്ചാൽ കാണുക, ദ ഏഞ്ചലിനെ കാണുവാനായിട്ട്, ഫോർ 5 സെന്റ്സ് അതായത് 5 സെന്റിന് ആ ഏഞ്ചലിനെ കാണുവാനായിട്ടുള്ള അഡ്വർടൈസ്മെന്റ് അവിടെയുള്ള ആ ലൊക്കാലിറ്റിയിലുള്ള ഒരു മനുഷ്യൻ കാണുന്നു. ഹി ഈസ് ഡീപ്ലി സാഡൻഡ്, ഡീപ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം, സാഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഃഖിതനായി തീർന്നു. ബൈ ദ ട്രീറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംരക്ഷണം, ഓഫ് ദ എൽഡർലി മാൻ ആ മനുഷ്യന് കൊടുക്കുന്ന സംരക്ഷണത്തെ കണ്ടുകൊണ്ട് അദ്ദേഹം വളരെ പ്രയാസമുള്ളവനായി തീർന്നു. ഹി ഡിസൈഡ്സ് അവൻ തീരുമാനിക്കുന്നു, ടു റൈറ്റ് എഴുതാൻ, എ ലെറ്റർ ടു ദ എഡിറ്റർ ഒരു എഡിറ്ററിനോട്, എക്സ്പ്രസിങ് ഹിസ് കൺസേൺ അദ്ദേഹത്തിന്റെ ആ ആവലാതികളെല്ലാം കൂടി ഒരു പത്രത്തിന്റെ ഈ എഡിറ്ററിന് എഴുതുവാനായിട്ട് തീരുമാനിച്ചു. ലെറ്റ് us ഗോ ത്രൂ ദ ലെറ്റർ, ആ എഴുത്തിലൂടെ നമുക്ക് ഒന്ന് പോകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഭാഗം മനസ്സിലായി വരുന്നുണ്ടെന്ന്. ഇനി നമ്മൾ 15-ാമത്തെ പേജിലേക്ക് പോവുകയാണ്, ആ ലെറ്ററിലേക്ക് കടക്കുകയാണ്. ഓക്കെ, ലെറ്റർ ഇങ്ങനെയാണ്. നമുക്ക് ആ ലെറ്ററിലേക്ക് കടക്കാം. ദ എഡിറ്റർ, അപ്പൊ ദ എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണോ നമ്മൾ ആ എഴുതുന്നത് അദ്ദേഹത്തെയാണ് ദ എഡിറ്റർ. നെയിം ഓഫ് ദ ന്യൂസ് പേപ്പർ, അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നെയിം ഓഫ് ദ ന്യൂസ് പേപ്പർ എഴുതണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏത് ഒരു ന്യൂസ് പേപ്പറിന്റെ പേര് വേണമെങ്കിലും നമുക്ക് ഇവിടെ എഴുതാം. പ്ലേസ് ഓഫ് പബ്ലിക്കേഷൻ, ഏത് സ്ഥലത്ത് നിന്നാണ് അത് പബ്ലിഷ് ചെയ്യുന്നതെന്നാണ് നമ്മൾ അടുത്തതായിട്ട് എഴുതേണ്ടത്. ഓക്കെ, അതായത് ഇവിടെ ഒരു പത്രത്തിന്റെ എഡിറ്ററിന് എങ്ങനെയാണ് എഴുതണ്ടേ എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന പാഠഭാഗമാണിത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊരു ഫോർമൽ ലെറ്റർ ആയിട്ട് ഈ പത്രത്തിന്റെ എഡിറ്ററിന് എഴുതുന്നതിനായിട്ട് പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ വിവരം പറഞ്ഞുകൊണ്ട് പലപ്പോഴും നമ്മളോട് പരീക്ഷയ്ക്ക് റൈറ്റ് എ ലെറ്റർ ടു ദ ന്യൂസ് പേപ്പർ എഡിറ്റർ എന്ന് പറഞ്ഞ് പല വിഷയങ്ങൾ തരാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കിക്കോളണം. അപ്പൊ ഒന്നാമതായിട്ട് നിങ്ങൾ വേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എഡിറ്റർ. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെയിം ഓഫ് ദ ന്യൂസ് പേപ്പർ, ആ ന്യൂസ് പേപ്പറിന്റെ പേരാണ് എഴുതേണ്ടത്. അത് കഴിഞ്ഞാൽ പ്ലേസ് ഓഫ് പബ്ലിക്കേഷൻ, അത് കഴിഞ്ഞിട്ട് സല്യൂട്ടേഷൻ, അദ്ദേഹത്തിനെ സാർ എന്ന് വിളിച്ച് സല്യൂട്ട് ചെയ്യണം. എന്നിട്ട് എഴുതുകയാണ്, ഐ ആം റൈറ്റിംഗ് ടു എക്സ്പ്രസ് മൈ ഡീപ്പ് കൺസേൺ, അതായത് ഞാൻ ഈ എഴുതുന്നത് എന്നിലുള്ള വളരെയധികം കൺസേണുകൾ, ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ വളരെയധികം ആകുലപ്പെടുന്നത് കൊണ്ട് ആണ് ഞാൻ ഈ എഴുതുന്നത്. അദ്ദേഹത്തിന് വളരെയധികം ആകുലത അല്ലെങ്കിൽ ആങ്സൈറ്റി അല്ലെങ്കിൽ വറികളുണ്ട് അല്ലെങ്കിൽ ദുഃഖങ്ങളുണ്ട്. എന്തിനെ കുറിച്ചാണ്? ഓവർ ദ ഹാർഷ് ട്രീറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? പണിറ്റേറ്റീവ് അല്ലെങ്കിൽ എന്താണ്? സ്ട്രിക്റ്റ് അല്ലെങ്കിൽ ഒരു ദയയില്ലാത്ത ട്രീറ്റ്മെന്റ്, അതിനെ ഒരാളെ പരിപാലനം. ഓഫ് എ വെരി ഓൾഡ് മാൻ, ഒരു വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യനെ, വിത്ത് എനോർമസ് വിങ്സ്, എന്താണ്? വളരെ വലിയ ചിറകുകളോട് കൂടിയുള്ള ഒരു വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യനെ വളരെ ദയയില്ലാതെയുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ എഴുതുന്നത്. ഹു വാസ് റീസെന്റ് ഡിസ്കവേർഡ്, അദ്ദേഹത്തെ ഈ അടുത്ത കാലഘട്ടത്തിൽ ഡിസ്കവേർഡ് ഇൻ അവർ നെയ്ബർഹുഡ്, ഞങ്ങളുടെ അയൽവക്കത്താണ് കണ്ടെത്തിയത്. ദ മിസ്റ്റീരിയസ് എൽഡർലി മാൻ, അതായത് ഈ രഹസ്യാത്മകതയുള്ള എൽഡർലി മാൻ, അതായത് എന്താണ് പറയുന്നത്? വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യൻ, ഈസ് ലോക്ക്ഡ് അപ്പ്, അദ്ദേഹത്തെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇന്നെ ചിക്കൻ കൂപ്പ്, ഒരു കോഴിക്കൂട്ടിലാണ്. ലോക്ക്ഡ് അപ്പ് ഇന്നെ ചിക്കൻ കൂപ്പ്, ഒരു കോഴിക്കൂട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ആൻഡ് സബ്ജക്റ്റഡ് ടു റെഡിക്കുൾ ആൻഡ് ഹരസ്മെന്റ്, അതുപോലെ തന്നെ അദ്ദേഹത്തിനെ എന്തിനെല്ലാമാണ്? റെഡിക്കുൾ, കളിയാക്കുന്നതിലേക്കും, അതുപോലെ തന്നെ അദ്ദേഹത്തെ ഹരാസ് ചെയ്യുന്നതിലും, അദ്ദേഹത്തെ ഇറിറ്റേറ്റ് ചെയ്യുന്നതിലും, അദ്ദേഹത്തെ മാനസികമായിട്ട് പ്രയാസപ്പെടുത്തുന്നതിനും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് ബീയിങ് എക്സ്പ്ലോയിറ്റഡ്, അദ്ദേഹത്തെ
ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബീങ് എക്സ്പ്ലോയിറ്റഡ്, ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോർ ഫിനാൻഷ്യൽ ഗെയിൻ, സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടി അദ്ദേഹത്തെ ചൂഷണവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് എ ഷെയിംഫുൾ റിഫ്ലക്ഷൻ, ഇത് ഒരു ഷെയിംഫുൾ റിഫ്ലക്ഷൻ, അതായത് ഓൺ ദ ക്യാരക്ടർ ഓഫ് അവർ സൊസൈറ്റി, അതായത് ഇത് നമ്മളുടെ ക്യാരക്ടർ, സ്വഭാവം ഓഫ് അവർ സൊസൈറ്റി, സമൂഹത്തിന്റെ സ്വഭാവത്തിന്റെ ഷെയിംഫുൾ, നാണമുണ്ടാക്കുന്ന ഒരു റിഫ്ലക്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ദർപ്പണത്തിൽ കാണുന്നത് പോലെയാണ് നമ്മൾ കാണുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളുടെ സമൂഹം എങ്ങനെയാണ് പാവപ്പെട്ടവനെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന ഒന്നായി തീർന്നിരിക്കുകയാണിത്. ഓക്കെ, അവർ ലാക്ക് ഓഫ് കമ്പാഷൻ, നമ്മളുടെ ദയയില്ലാത്തതും അതുപോലെ തന്നെ ആൻഡ് റെസ്പെക്ട്, ബഹുമാനമില്ലാത്തതും ഫോർ ദ ഡിഗ്നിറ്റി ഓഫ് അതർ ഡിപ്ലോറബിൾ, അതായത് മഹത്വം എങ്ങനെയുള്ളവരാണ്, വളരെ കഷ്ടപ്പെടുന്നവർക്കും പ്രയാസം അനുഭവിക്കുന്നവരുടെയും നമ്മൾക്ക് മഹത്വവും ബഹുമാനവും ദയയും കാണിക്കാത്തത് ഈ പ്രവൃത്തിയിലൂടെ നമ്മളെ കാണിച്ചു തരികയാണ്. ഓക്കെ, ലാക്ക് ഇല്ലാത്ത, കമ്പാഷൻ ദയ, റെസ്പെക്ട് ബഹുമാനം, ഡിഗ്നിറ്റി മഹത്വം, ഓഫ് അതേഴ്സ് ഈസ് ഡിപ്ലോറബിൾ, അതായത് മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങനെ ദയയും കമ്പാഷനും ഒന്നും കാണിക്കാത്തത് വളരെ അപലപനീയമായിട്ടുള്ള കാര്യമാണ്. ഡിപ്ലോറബിൾ എന്ന് വെച്ചാൽ അപലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. ആസ് എ കമ്മ്യൂണിറ്റി, ഒരു സമൂഹം, വി ഷുഡ് അഷെയിംഡ് ഓഫ് അവർ ആക്ഷൻസ്, നമ്മളുടെ ഈ പ്രവർത്തനത്തെ കുറിച്ച് ലജ്ജിക്കേണ്ടതായി വരുന്നു. അഷെയിംഡ് ഓഫ്, ലജ്ജിക്കേണ്ടതായി വരുന്നു. അവർ ആക്ഷൻ, നമ്മുടെ പ്രവൃത്തിയെ കുറിച്ച്. വി ക്ലെയിം ടു ബി കെയറിങ്, നമ്മൾ എപ്പോഴും അവകാശപ്പെടുന്നു എന്താണ്, കെയറിങ്, അതായത് പരിപാലിക്കുന്നു, ആൻഡ് കമ്പാഷനേറ്റ്, ദയയുള്ളവരാണെന്ന്. ബട്ട് അവർ ട്രീറ്റ്മെന്റ്, പക്ഷെ നമ്മൾ ഓരോരുത്തരെയും ട്രീറ്റ് ചെയ്യുന്നത്, പരിപാലിക്കുന്നത്, ഓഫ് ദിസ് വൾണറബിൾ, അതായത് ആരോഗ്യമില്ലാത്തതും ചൂഷണം ചെയ്യപ്പെടുവാൻ സാധ്യതയുമുള്ളതുമായ ഇൻഡിവിജ്വൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ, ടെൽസ് എ ഡിഫറെന്റ് സ്റ്റോറി, ഇത് നമുക്ക് എന്താണ്, ഒരു ടെൽസ് എ ഡിഫറെന്റ് സ്റ്റോറി, ഇത് നമ്മളോടൊരു വ്യത്യസ്തമായ കഥയാണ് പറയുന്നത്. മേ ഐ റിക്വസ്റ്റ്, ഞാൻ അങ്ങയോട് റിക്വസ്റ്റ് യു, ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, ടു കവർ ദി സ്റ്റോറി, ഈ സ്റ്റോറി ഒന്ന് കവർ ചെയ്യുക, ഇൻ ദ പേജസ് ഓഫ് യുവർ എസ്റ്റീംഡ് ന്യൂസ് പേപ്പർ, നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട നെയിമുള്ള ആ ന്യൂസ് പേപ്പറിൽ ഈ സ്റ്റോറി ഒന്ന് കവർ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ദിസ് വുഡ് ഇമ്പൽ ദ ലീഡേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി ടു എൻഷുവർ ദ ഓൾഡ് മാൻസ് സേഫ്റ്റി ആൻഡ് വെൽബീയിങ്. ദിസ് ഷുഡ് ഇമ്പൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കമ്പൽ എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ പ്രേരിപ്പിക്കും എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കിയത്. ദിസ് ഷുഡ് ഇമ്പൽ. ഓക്കെ, എന്താണ് ചെയ്യുന്നത്, പ്രേരിപ്പിക്കും. ദ എൽഡേഴ്സ്, അതായത് സമൂഹത്തിലെ സ്ഥാനത്തിരിക്കുന്നവർ എന്നുള്ള അർത്ഥമാണ്. ഓഫ് ദ കമ്മ്യൂണിറ്റി, സമൂഹത്തിലെ സ്ഥാനത്തിരിക്കുന്നവരെ പ്രേരിപ്പിക്കും. ടു എൻഷുവർ, ഉറപ്പുവരുത്താൻ. ദ ഓൾഡ് മാൻ സേഫ്റ്റി, ഈ വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുവാൻ സഹായിക്കും. ആൻഡ് വെൽബീയിങ്, അതുപോലെ തന്നെ അവന്റെ സുഖകരമായ ഒരു ജീവിതം ഉറപ്പുവരുത്തുവാനായിട്ട് സഹായിക്കും. വി മസ്റ്റ് പ്രൊവൈഡ് ഹിം വിത്ത് ദ കെയർ ആൻഡ് റെസ്പെക്ട് ഹി ഡിസേർവ്സ്, നമ്മൾ ആ മനുഷ്യന് ശരിയായ കെയറും അതുപോലെ തന്നെ അവന് വേണ്ടുന്ന ബഹുമാനവും ഉറപ്പായിട്ടും അവൻ അവകാശപ്പെട്ട സംരക്ഷണവും അതുപോലെ തന്നെ ബഹുമാനവും അവന് കൊടുക്കണം. സിൻസിയർലി കഴിഞ്ഞേച്ച് SD, അതായത് സിൻസിയർലി, അത് കഴിഞ്ഞ് കഴിഞ്ഞേച്ച് നമ്മളോട് അണ്ടർസൈൻ, ഓക്കെ, എന്താണ്, നെയിം, അപ്പൊ നമ്മളോട് നമ്മളുടെ പേരെഴുതി ഒപ്പിടുവാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ എഴുതേണ്ട എങ്ങനെയാണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് എഴുതുവാനായിട്ട് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ, ന്യൂസ് പേപ്പറിന് എഡിറ്റർക്ക് ഒരു എഴുതാനായിട്ട് പറഞ്ഞാൽ അതിന്റെ ഒരു മോഡലാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ മോഡൽ നന്നായിട്ട് പഠിച്ചെടുക്കണം എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, വി വിൽ ഗോ ടു അനദർ വീഡിയോ.